എൻ്റെ കൂടി നട്ടപ്പാതിരാത്രിക്ക് ഇവിടെ വരാൻ പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കണേ കളരഹു. പണിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയാണ് ഞാൻ. അമ്മാ മൂഞ്ചിയ സമാധിയാണ് കള്ള പട്ടി വിളിച്ച് രാത്രി നട്ടപ്പാതിരാത്രിക്ക് മനുഷ്യനെ വിളിച്ച് മെനക്കെടുത്താൻ വേണ്ടി. നേരെ ഒരു മരണം കന്ന പണിക്കോണവനാണ് രാവിലെ കഴിച്ച് പാതിരാത്രിക്ക് സമാധിയാണ് പോണെ. സമാധി എൻ്റെ പിന്നാമ്പുറത്തിന്റെ കട്ടക്കാര മുള്ളിയൻ. വിളിച്ചാ കൂടെ പോയില്ലെങ്കിൽ ഇനി ഒരു ആവശ്യത്തിന് ഞാൻ വിളിച്ചാൽ ഈ പന്നി വരൂല. ദൈവമേ, രായണ്ണൻ്റെ വീട് ഇങ്ങനെ കുറക്കമില്ലേ? മൂത്രമൊഴിക്കാൻ എൻ്റെ ഉള്ളിൽ പോയാന്ന് അറിഞ്ഞില്ല. ആപ്പാടൊരു കൂട്ടുകാരെ ഉള്ളല്ലോ, പിണങ്ങണ്ടെന്ന് കരുതിയാണ്ട് ആ പന്നി നീ വിളിച്ചിട്ട് നട്ടപ്പാതിരാത്രി ഞാൻ ഇറങ്ങി വരണം. എൻ്റെ അച്ഛന് വയ്യാതായപ്പോൾ നേരം വെളുത്തിട്ട് ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞ് പേടിച്ച് വെളിയിൽ ഇറങ്ങാത്തവരാണ് ഞാൻ. ഈ നട്ടപ്പാതിരാത്രി നിന്റെ വേഗം കേട്ടോണ്ട് വരാം. കാട്ടുമാക്കാനോ കുറുനിരിച്ച് ആടുമെങ്കിൽ എൻ്റെ ഗതി അതോ ഗതി. ഈ കുറ്റാക്കൂരിട്ടിൽ എന്നോട് വരാൻ പറഞ്ഞിട്ട് നീ അത് കോപ്പിനകത്ത് പോയി കിടക്കണ്ടാ, കണ്ണിച്ചോരാത്ത ദുഷ്ട. ഈ സമാധിയാവണ പോലെ രാത്രിയെ നേരമുള്ള പകല് സമാധി ആയിക്കൂടെ? കയ്യും കാലൊക്കെ വരക്കില്ല. അമ്മേ ഓല വച്ചൂലയിന്മേലെ ഊതപ്പാക്രിയാടാ. ആരാണോ? ഹലോ, പന്നി നീ രാത്രി ലേറ്റ് നീ ഇവിടെ കയറി ലേറ്റ് ഓടിച്ചോണ്ടിരിക്കുന്നേ. നാളെ ലേറ്റ് ഓഫ് ചെയ്യടാ, താത്തു വീടാ, ലേറ്റ് താത്തു വീടാ. ആരെങ്കിലും കണ്ട നാളെ ഉണ്ടല്ല എന്റെ അളിയനും പെങ്ങളും കൂടെ വീട്ടിൽ കൊതുകാ. എന്റെ അളിയന് കാട ഇറച്ചിയെ പറ്റുള്ളൂ. അണ്ണാക്ക് കുറെ ചാണകം തിരി വെച്ചു കൊടുക്കാൻ. അതുകൊണ്ട് വരും വവ്വാല് വരും വേറെ അടിക്കാൻ. അപ്പൊ ഞാൻ ഇവിടെ പമ്മ ചെയ്തെന്ന് അടിക്കാൻ വേണ്ടി. അതല്ല നീ ഇതോടെ പോണത് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. ഒന്നും പറയിട്ടില്ല. പിന്നെ നമ്മൾ മറ്റേ രഘു ഉണ്ടല്ലോ, രഘു അവൻ പറഞ്ഞേ രാത്രി ഒരാള് സമാധി ആകുമ്പോൾ കാണിച്ചു തരാൻ വന്നാ കാണിച്ചു തരാൻ പറഞ്ഞു. എവിടെ? അങ്ങനെയാണോ കൂടിക്കകത്ത്? നമ്മളെ ഏരിയയിലാ. നമ്മുടെ ഏരിയയിലാ. ഏത് ഏരിയയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നട്ടപ്പാതിരാത്രിക്ക് ഇറങ്ങി നടക്കണം. നീ കണ്ടിട്ടുണ്ടാടാ മുമ്പ്? അതല്ലേ ഇവിടെ യവന്റെ വാക്കും കേട്ടോണ്ട് ഞാൻ ഇറങ്ങി നടക്കാൻ തുടങ്ങിയത്. ഇവിടെ നിനക്ക് ഭ്രാന്താണ്. ഇവിടെ അവൻ സമാധി കാണിച്ചു തരാന്ന് പറഞ്ഞാ വിളിച്ചേ. ഇവിടെ ഈ കാലഘട്ടത്തിൽ സമാധി എന്നൊക്കെ പറഞ്ഞ ആരെയും വിശ്വസിക്കോളാ മോണ്ട. ഇവിടെ ഇത് പണ്ടെന്നൊക്കെ തന്നെ നമ്മളും വിശ്വസിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ സംഭവം നടക്കണടാ, നമ്മളിത് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ നട്ടപ്പാതിരാത്രിക്ക് അവന്റെ വാക്കും കേട്ടോണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചത്. വരണ നമുക്ക് പോയി കാണുമ്പോ വവ്വാലൊക്കെ പിന്നെ അടിക്കും. അളിയ നാളെയും വരും. ഇവിടെ മുഖത്തടിക്കാതെ അടച്ചു വീടാ. ഇവിടെ അവൻ നിന്റെ കൂട്ടുകാരൻ. ഇവിടെ അവൻ ചിലപ്പോ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞെങ്കില എനിക്ക് അവനെ ഞാൻ അവിടെ ഇട്ട് വിട്ടു. ഉറപ്പേനല്ലേ? വാ നീ വാട്ടാ, അവൻ എന്നെ പറ്റിക്കില്ല. നേരിട്ട് വീടാ. ലേറ്റാണ് ഏടാ, ആളുകൾ അടിക്കൂടാ നമ്മളെ. അങ്ങനെയില്ല അരിടാ. ഇവിടെ നീ ഇതുവരെക്ക് രാത്രി സഞ്ചരിച്ചിട്ടില്ലേ? ഇതൊക്കെ ഒരു നാക്കാണ്. ഞാൻ കാണിച്ചിട്ടാ ഇങ്ങനെ പതുക്കെ. എടാ ഇത് ഓഫാവണ ഓഫാവണ പൊക്തി വായിട്ട് വെച്ച പോക്കറ്റ് ഇടല്ലെങ്കിൽ ഞാൻ പിടിച്ച. വാ വാ കോഴിത്തിട്ടോടാ. കോഴിത്തിട്ടോ? എടാ രായ, നിന്റെ കോഴി തീട്ടം തന്നെയല്ല, നീ എവിടെയെങ്കിലും തുടച്ചു പോയി പാടാ ചേട്ടൻ. പ്രാതല്ലേ പോണത്. അത് കൈയിരുന്ന പ്രാതങ്ങൾ വരൂല. ഐഡിയ എന്തടാ എനിക്ക് പോവ പേടിയായിരിക്കും. എന്തോന്ന് പേടിക്കും? ഞാൻ ഇല്ല, നീ പാടാ. നീ ഉള്ളതുകൊണ്ടാണ് പേടി. മര്യാദക്ക് ഞാൻ വവ്വാലും അടിച്ച് അളിയന് നാളെ നല്ല. ഇതിപ്പോ നാളെ അളിയായി എന്റെ മരണം കാണേണ്ടി വരുവോടാ. നിനക്ക് കാണണമെങ്കിൽ വാ, ഉണ്ടാതെ വരണം. വാ പോക ഭയങ്കര പോക. കൊടുകൂല പൂജ നടക്കുകയാണ്. ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. എന്റെ കൂട്ടുകാരൻ പേടിച്ചിരിക്കണായിരിക്കുമല്ലോ അവിടെ. അവൻ ഭയങ്കര ധൈര്യശാലിയാണ് അവൻ. പിന്നെ അവൻ എവിടെയെങ്കിലും കാണും. അങ്ങനെ ആക്കല്ലേ. അതാ പട്ടി പോകാൻ വിളിക്കും. ഞാൻ അവൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുമ്പോൾ സിഗ്നൽ ഇടുവന്നു.
അത് കേൾപ്പിക്കാം. വരാന്ന് പറഞ്ഞ പോലെ കണ്ടില്ലല്ലോ. എന്താടാ എന്തായി കഴിഞ്ഞാടാ? എത്ര നേരം കൊണ്ട് നോക്കി 2 പാക്കറ്റ് വീടിയാണ് വിളിച്ചത്. ഇവിടെ അവിടെ ഇനി വന്ന് ആള് കാണാൻ വന്ന് എത്തണ്ടേ നോക്കി കഴിഞ്ഞാൽ പറയണ മര്യാദ കാണിക്കണ്ടേ? ശരി, അപ്പോൾ കഴിഞ്ഞാന്നാ നീ വാ, കാര്യം പറയാം. എന്നാ എത്ര സമയം കൊണ്ട് ഇതിനെയൊക്കെ നോക്കി? അയ്യോ നീ ഒരുത്താണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. നിന്നെ വിളിക്കാൻ വന്നതിലാണ് ഇതെല്ലാം ചിറ്റിക്കൊണ്ട് പോയത്. ഞാൻ ഒപ്പാരടിച്ചോണ്ടെന്ന് വരാ. നീയൊക്കെ എന്താ പറയണത്? എടേ എന്താ നീരട വന്ന സമാധി കാണാൻ പോകാൻ? സമാധിയൊക്കെ പൊളിഞ്ഞടാ. അവളെ മാപ്പിള വന്നു എന്നെ സിഗ്നൽ തരാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോവാന്നല്ലേ വിചാരിച്ചത്. ഇനി ഒന്നും നടക്കൂല, വാ വീട്ടിൽ പോവാ. കള്ള കൂറേ, നീ ഈ നാറിയ പണിക്കാണ് എന്നെ കൂട്ടിനെ വിളിച്ചത്. ഇതറിയ ഞാൻ വരുമായിരുന്ന ഒരുമാതിരി സമാധിയും കുമാരി എന്ന് പറഞ്ഞുകൊണ്ട് മേല സമാധിയല്ലാടെ ഇപ്പോഴത്തെ ട്രെൻഡ്. അതുകൊണ്ടല്ലേ നിന്നെ ആ കാര്യം പറഞ്ഞ് ഞാൻ വിളിച്ചത്. അല്ലെങ്കിൽ നീ ഈ പരിപാടിക്ക് വരുമായിരുന്ന എനിക്ക് കൂട്ടിന്. അപ്പൊ നീ എന്നെ വഹിച്ചതാണല്ലേടാ രായ? നീ ശരിക്കും സമാധി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടല്ലേ കിറുക്ക് നിന്റെ കൂടെ വെച്ച് വന്നത്. ഇപ്പൊ കാണിച്ചേ